സിനിമയ്ക്ക് ഇങ്ങനെ തന്നെ രീതികളൊന്നും വേണം, നിബന്ധനകളൊന്നുമില്ല. ചുരുളി അതാണ് എല്ലാവരും പറയുന്നത്, അസഭ്യമാണ് പറയുന്നതൊക്കെ പറയുന്നത്. ഞാൻ കണ്ടോ അത് കുറെ കുറ്റം പറഞ്ഞെങ്കിൽ ശരി, പടം എന്നെ അഭിപ്രായം ഉണ്ടായി പടത്തിന്. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ചങ്കൂറ്റമാണ് അതിനൊക്കെ. പടം നല്ലതായിരിക്കാം, പക്ഷേ നമുക്ക് അതിനകത്ത് വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ അതിനകത്തൊന്നും ഇല്ലാതെ എന്തെങ്കിലും ചുമ്മാ നോക്കിയിട്ട് പോകുന്ന ക്യാരക്ടറാണെങ്കിൽ ഞാനത് ഇനിയിപ്പം ആര് ഡയറക്റ്റ് ചെയ്താലും എനിക്കത് താല്പര്യമുണ്ടാകും. ഞാൻ സിനിമയിൽ തിരക്കായതുകൊണ്ടൊന്നുമല്ല എനിക്ക്, പക്ഷേ കാരണം അവർ റാഫി മെക്കാട്ട് എന്ന് പറയുന്ന നല്ല പേരിൽ വരുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പടത്തിൽ വിളിക്കുമ്പോൾ എനിക്കതിൽ കുറച്ച് പ്രാധാന്യമുള്ള റോൾ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാവും. ഞാൻ മുമ്പൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ശരിയായതായിരുന്നു. അതിൻ്റെ കോവിഡ് സമയമായതുകൊണ്ട്, കോവിഡ് സമയത്താണ് അങ്ങനെ ചിന്ത ഉണ്ടായതും കാര്യങ്ങളൊക്കെ. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് തന്നെ അത് എന്തോ അങ്ങനെ പോയി. മറ്റ് ചില ടെക്നിക്കലായിട്ട് മറ്റ് ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് അതങ്ങ് താൽക്കാലികമായി ഡ്രോപ്പായി. പിന്നെ പക്ഷേ ടാലൻറ്റ് വേണം. കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന റോൾസ് അങ്ങനെയൊക്കെ ഒത്തിരി മൂവീസിൽ ചെയ്ത് ഇന്ന് ഒരു ചെയ്യുന്ന പോലത്തേക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് തൂവാനത്തുമ്പികളിലെ ഉള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്. അതായത് എൻ്റെ മനസ്സിൽ ഇപ്പം ഇരിക്കുന്ന അശ്വൻ സാർ ഇല്ലേ, അശ്വൻ സാർ ചെയ്തു വെച്ച ക്യാരക്ടറിൻ്റെ ആ ഒരു ഏജ് ഇല്ലേ, ആ ഏജ് ആയിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുക. എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് ആ ഒരു ഇതായിരിക്കും. അത് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും തൂവാനത്തുമ്പികൾ കാണുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറില്ല, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അല്ല, അത് തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടറെയാണ്, പെർപ്പറേറ്ററെയാണ് അതിനകത്ത് നമിക്കേണ്ടത്. അതായത് ഈ കാലത്തിന് മുമ്പ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കാലത്തിന് മുമ്പ് സഞ്ചരിച്ചിരുന്ന ആളിൻ്റെ കൂടാണ് ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായത്. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുണ്ട് സൗരഭ്യം, അങ്ങനെ വന്നാണ് എനിക്ക്. അപ്പോൾ അത് അങ്ങനെ ഒരു വർത്തമാനത്തിലോ ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ അത്യാവശ്യം വിളിച്ച് നിന്ന് പോകുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അന്നത്തെ എൻ്റെ ഒരു പലിശയിൽ നിൽക്കുക നമ്മളൊക്കെ. തൂവാനത്തുമ്പോൾ എത്രയോ ഒരുപാട് പേര് പറയുന്ന കാര്യം, ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു സിനിമയാണ്. അത് നമ്മൾ എത്ര കണ്ടാലും അതിൽ ലവ് ഒക്കെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തോന്നും. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പത്മരാജൻ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഏത് പടം നമ്മൾ നോക്കിക്കോളൂ, എല്ലാം വളരെ ഡിഫറെൻ്റ് അല്ലേ. ഇപ്പം ഈ തൂവാനത്തുമ്പോൾ അടുത്ത പടം നോക്കി അതോടൊരു ബന്ധം ഉണ്ടാവില്ല. ചെയ്ത ക്യാരക്ടേഴ്സും സിനിമയും ഡയലോഗ്സും ഓരോ സ്ഥലത്തുള്ള പ്രദേശത്തുള്ളവരുടെ ക്യാരക്ടർ ഭാഷകളൊക്കെ അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ ഉള്ള ഫ്രണ്ട്ഷിപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അശ്വൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഇഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ മൊത്തം ഒരു ബിസിനസ് അല്ലേ, ഒരു ബിസിനസ് മീൻസ് സിനിമ മേക്കിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദം പോലെയാണ് അശ്വൻ സാർ പറയുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഈ ഒരു മുകേഷ് ഏട്ടൻ, സിദ്ദിഖ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ ഒക്കെ അവരുടെയൊക്കെ ഒരു കൂട്ടുകെട്ട് നമുക്കിപ്പോഴും ഇപ്പം തൂവാനത്തുമ്പികളുടെ കാര്യം പറഞ്ഞ പോലെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ടി വിയിൽ വന്നാൽ എപ്പോഴും കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദ മൂവീസിൽ ഒരെണ്ണം ഈ ഒരു ഇൻഹരിനഗർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ടാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ സിനിമയിൽ, ഇപ്പോൾ ഉള്ള സിനിമയിൽ അങ്ങനത്തെ ഇത് കാണാൻ പറ്റുമോ? ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അതിന് ശരിക്കും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ അടിസ്ഥാനമായിട്ട് സ്നേഹമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു കച്ചവടം തന്നെയാണ്. നമ്മളൊരു കച്ചവടത്തിൽ ഒരിക്കലും സ്നേഹം കാണിക്കാൻ പറ്റില്ല, സ്നേഹം ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ആ ഒരു കച്ചവടത്തിൽ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പേര് വിൽക്കാനിരിക്കുന്നു. ഞാൻ നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഒരു വിൽപ്പനക്കാരിരിക്കുന്നുണ്ട്. വാങ്ങുന്നവർ വന്ന് വില പറയുമ്പം അപ്പുറത്ത് മത്സരമില്ലേ, അപ്പുറത്ത് ഒരാൾ മീൻ വിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഒരാൾ വയ്ക്കും ഇത് വിളിക്കാൻ. അപ്പോൾ ഇതിനകത്ത് നല്ല മീൻ നോക്കിപ്പോവും, രണ്ടും നല്ല മീനായിരിക്കും. അപ്പോൾ അവിടെ തലയെഴുത്തെന്ന് പറയുന്ന സംഭവം. ചിലപ്പം നമുക്ക് ഒരു മീൻ വാങ്ങിക്കണം തോന്നുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് കാണുമ്പോൾ അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതാ വേണ്ട അത് വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും പിടിച്ച് തല ഏൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഭയങ്കര സ്നേഹവും ചിരിയൊക്കെ കാണിക്കും. 10 പൈസ അല്ലെങ്കിൽ അതിനകത്ത് ഒരു 500 രൂപ പറഞ്ഞാൽ ചിലപ്പോൾ 450 രൂപ കിട്ടും. പച്ചക്കറി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കൊടുക്കുന്നവൻ അവൻ്റെ സ്നേഹം കഴിഞ്ഞു, വാങ്ങിക്കുന്നവൻ്റെ സ്നേഹം കഴിഞ്ഞു. അതാണ് സിനിമ. അപ്പോൾ ഇതിനകത്ത് സ്നേഹബന്ധം എവിടെയുണ്ട്. പിന്നെ എപ്പോഴായാലും ഈ സിനിമ ഹരിഹരനാറിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം നമ്മുടെ ലോകത്തുണ്ടല്ലോ, അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത് കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഒരു വലിയൊരു സന്ദേശമാണ്. അത് വേണം. സിനിമ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കച്ചവടത്തിൽ അതൊന്നും ഇല്ലെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അതൊരു മെസ്സേജ് തന്നെ വേണം. ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പ്, അതിനകത്തൊരു അഫെക്ഷൻ, ആത്മാർത്ഥത, കാര്യങ്ങൾ, പരോപകാരം, സ്നേഹം,
നല്ല നടപ്പ്, ഇതൊക്കെ അതിനകത്ത് പ്രധാനമുള്ള കാര്യമാണ്. അത് ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. തമാശകൾ, ആസ്വാദനം എല്ലാം അതിനകത്തുണ്ടല്ലോ. പക്ഷേ ലൈഫിൽ, ജീവിതത്തിൽ പോലും സിനിമ പറയണ്ട. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പോലും ഇപ്പം അങ്ങനെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? ഇപ്പം പറയാൻ പറ്റുമോ ഈ കാലത്ത് പ്രത്യേകിച്ച്? പറയാൻ പറ്റില്ല. ഇല്ല, പണ്ട് കൂട്ടുകുടുംബമുള്ള സമയത്തൊക്കെ നല്ല സ്നേഹമായിരുന്നു. ഞങ്ങൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പം അന്നൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും. ഇന്നതില്ലല്ലോ. ഇതെല്ലാം കൊച്ചു കൊച്ചു കുടുംബങ്ങൾ. ഷെയറിങ്, കെയറിങ് എല്ലാം പഠിക്കും. എല്ലാം ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ. ഇന്ന് കൂട്ടുകുടുംബമൊന്നുമില്ല. ഇന്നിപ്പോൾ അഫെക്ഷൻ ലോകത്ത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നല്ലേ സിനിമയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ദിവസം ഓരോരോ വാർത്തകളൊക്കെ ഞെട്ടിപ്പോകുന്ന വാർത്തകളിലേക്ക് കേൾക്കുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പം സിനിമയിലെ കാര്യം പറയുകയാണെങ്കിൽ അത് കച്ചവടം. അതിനകത്ത് നമ്മൾ സ്നേഹം കാണിച്ചാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. കുറച്ച് വേണം, തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചതിനകത്തൊരു ഒരു സ്നേഹത്തിലോ അങ്ങനെ സ്ഥാനം കൊടുക്കുന്ന ഒരു വിഭാഗം വളരെ കുറച്ച് ഉണ്ട്. പക്ഷെ അതിനൊരു വലിയ നിലനിൽപ്പില്ല. ബാക്കി നമ്മുടെ ടെമ്പററി നമ്മുടെ തലയെഴുതി വെച്ചിരിക്കുന്ന നമ്മളിലുള്ള കപ്പാസിറ്റിയാണ്, ടാലൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അതങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ട്. ഇനി ആക്ച്വലി കരിയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഒത്തിരി നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെയും ഒക്കെ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയാം. അതൊരു വിധിയാണത്. റൈറ്റ് ടൈമിൽ റൈറ്റ് തിങ്സ് ഹാപ്പൻ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. അപ്പം ലിജോ ജോസ് പല്ലിശ്ശേരി സാർ, അതുപോലെ തന്നെ കെൻ ജോർജ് സാർ, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും അവരുടെ ഒരു ഫിലിം മേക്കിംഗ് രീതികളും ഒക്കെ സാർ എങ്ങനെയാണ് യു ഗ്രാസ്പ് ഇറ്റ്? ഏറ്റവും കൂടുതൽ ഇപ്പം പത്മരാജൻ സാറിന്റെ കാര്യം പറഞ്ഞു, ഈ ഒരു ഡിഫറൻസ് ഒന്ന് പറയൂ. ആ കാലഘട്ടത്തിൽ അന്ന് പറയുമ്പോൾ അവരുടെ പടങ്ങൾ ഇന്നും പുതിയ സിനിമകൾ തന്നെയാണ്. പത്മരാജൻ, കെ ജി ജോർജ്, ഭരതൻ, ഇവർ പറഞ്ഞ മോഹൻ, ഇവരൊക്കെ പറഞ്ഞാൽ ഇന്നും പുതിയ സിനിമകൾ തന്നെയാണ്. ഇന്ന് കണ്ടാൽ അത് ബോറടിക്കാത്ത അതുകൊണ്ടാണ്. കാരണം സിനിമകളിലെ ഒരു സ്ഥിരം പ്രക്രിയയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളവരാണ് അവരൊക്കെ. ഒരു കഥയെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വേണം, ഒരു പാട്ട് വേണം, അടിപിടി വേണം, ഡാൻസ് വേണം, അങ്ങനെയൊക്കെ തമാശ വേണം എന്നൊക്കെ പറഞ്ഞൊരു ചിന്താഗതിയൊന്നും അതിനു വേണ്ടി പോയവരല്ലവരൊന്നും. യഥാർത്ഥ ജെനുവിനായിട്ടുള്ള കഥകൾ മാത്രം എടുത്ത് സിനിമയാക്കി വരിക. ഉദാഹരണം ഇപ്പോൾ കെ ജി ജോർജ് സാറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഈ യവനിക തന്നെ നോക്കൂ. യവനികയിലെ ഓരോ ഘടകങ്ങളും അതിൻ്റെ ആവശ്യമുള്ളതാണ്. എന്നാൽ പാട്ടുണ്ട്, അതിനകത്ത് സസ്പെൻസ് ഉണ്ട്, അതിനകത്ത് നായകനുണ്ട്, വില്ലനുണ്ട്. നായകൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം നായകൻ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല അതിനകത്ത്. പക്ഷേ അതിലൊരു മെയിൻ ക്യാരക്ടറുണ്ട്. എല്ലാ ക്യാരക്ടറും പ്രാധാന്യമാണ് അത്. ഇപ്പം ഇതൊന്നും ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഒരു ആ പടം യവനിക എടുത്തിരിക്കുന്നത്. പാട്ടിന് കാരണം അതിൻ്റെ നാടക ബാക്ക്ഗ്രൗണ്ട്, നാടകത്തിൽ പാട്ട് വേണമല്ലോ. അപ്പോൾ അത് ഇത്രയും നാടകവും റിയലായിട്ടുള്ള ലൈഫും നാടകവും സിനിമ എല്ലാം കൂടെ സംഭവം ഇത്ര വളരെ കോർത്തിളക്കിയ സിനിമയാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് 81 സിനിമയാണത്. ആ പടം നിങ്ങൾ ഇന്ന് കണ്ടു നോക്കൂ, അതിനകത്തൊരു കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. അത് നാളെയുള്ള സിനിമയാണ്, പെർഫെക്റ്റ് ആ സിനിമ. അപ്പോൾ അത് കെ ജി ജോർജ് തീർച്ചയായിട്ടും പല സിനിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആളാണ്. ഇന്നും ആ പടങ്ങൾ പുതിയത് തന്നെയാണ്. പലരുടെയും ഇപ്പോൾ ഭരതൻ്റെ സിനിമകളും ഈ മോഹൻ്റെ പടമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ അതിനെ ഈ കാലങ്ങളിൽ ഇപ്പം ലിജോ ജോസ് പല്ലിശ്ശേരി അങ്ങനെ ഭയങ്കരമായിട്ട് ഇതുപോലെ വളരെ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഈ സിനിമയിൽ പാട്ടൊന്നും അങ്ങനെയൊന്നും വേണം. ഒരു സിനിമയുടെ സ്ഥിരം ഫോർമുലയിൽ നിന്ന് മാറി ചവിട്ടുന്ന ഒരാളാണ് പുള്ളി. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ നൻപകൽ നേരത്ത് വർക്ക് ചെയ്യുന്ന സിനിമ അതിനകത്ത് അങ്ങനെ പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്തരം പടങ്ങൾ, അതിന് വേറെ ചുരുളി വന്നു, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ ചുരുളി. അത് അതിനകത്ത് മുഴുക്കെ അതാണ് എല്ലാവരും പറയുന്നത്, അസഭ്യമാണ് പറയുന്നതൊക്കെ പറയുന്നത്. അത് കുറേ ഞാൻ കണ്ടോ പറയും. അത് കുറേ കുറ്റം പറഞ്ഞെങ്കിൽ ശരി, പടം എന്നെ അഭിപ്രായം ഉണ്ടായി പടത്തിന്. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ചങ്കൂറ്റമാണ് അതിനൊക്കെ. അല്ല, അത് ആലോചിച്ച് നോക്കിയാൽ അത്തരം ഇമേജ് ബ്രേക്കിംഗ് പോലെ. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഇത്തരം വീടുകളൊക്കെ നമ്മൾ മാറിയുന്ന പല്ലുമായിട്ട് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് ഒരു വിധത്തിലൊന്നും സത്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ചങ്കൂറ്റമാണല്ലോ പറയാനൊക്കെ. സിനിമയ്ക്ക് ഇങ്ങനെ തന്നെ രീതികളൊന്നും വേണം, നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചങ്ങലകളൊക്കെ ഈ കാലത്തും പൊട്ടിച്ച് എടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളി. ചില നിബന്ധനകളും പുള്ളി ചില ധാരണകളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് എടുക്കുക. പല ജോസിൻ്റെ മിക്കവാറും എല്ലാ പടങ്ങളും വളരെ ഡിഫറൻ്റാണ്. അപ്പം നമുക്കങ്ങനെ ഇപ്പോൾ ഒരുപാട് ടാലൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. ഇപ്പം ഈ സ്ക്രിപ്റ്റ്സ് കേൾക്കുമ്പോഴേ സാറ് എന്ത് ഫാക്ടർ അതിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ ഒരു സ്ക്രിപ്റ്റ് ഓക്കെ ലെറ്റ്സ് ഡു ദിസ് മൂവി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ശരി എന്നാൽ പിന്നെ നമുക്ക് ഈ പടമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനത്തെ ഫാക്ടേഴ്സ് നോക്കുമ്പോഴേ എന്താ നോക്കുക? അല്ല, ഞാനതിനകത്തുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ അത് ഞാൻ നോക്കും. എൻ്റെ ക്യാരക്ടർ അതിനകത്ത് തന്നെ പ്രത്യേകത ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നതാണോ, അതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാനത് നോക്കും.
പടം നല്ലതായിരിക്കാം, പക്ഷേ നമുക്ക് അതിനകത്ത് എന്നെ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ അതിനകത്തൊന്നും ഇല്ലാതെ എന്തെങ്കിലും ചുമ്മാ നോക്കിയിട്ട് പോകുന്ന ക്യാരക്ടറാണെങ്കിൽ ഞാനത് ഇനിയിപ്പം ആര് ഡയറക്റ്റ് ചെയ്താലും എനിക്കതിന് താല്പര്യം ഉണ്ടാവില്ല. അതുള്ള കാര്യം പറയണമല്ലോ. എന്നെ വിളിക്കുമ്പോൾ എനിക്കൂടെ എന്തെങ്കിലും പ്രാധാന്യം അതിനകത്ത് വേണ്ടേ. അത് ഞാൻ പ്രധാന വേഷം ഹീറോ തന്നെയാണെന്നോ അല്ലെങ്കിൽ അല്ലാതെ ഒരു വില്ലൻ ചെയ്യണോ അങ്ങനെയൊന്നും നിബന്ധനയൊന്നുമില്ല. പക്ഷെ പ്രാധാന്യമുള്ള ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നല്ല ഡയറക്ടർ എന്ന് പറഞ്ഞ പടത്തിൽ അങ്ങനെയുള്ള എന്നെ വിളിക്കുമ്പോൾ എനിക്കതിനകത്തൊരു ആഗ്രഹം ഉണ്ടാകും. ഇവർ വിളിക്കുമ്പോൾ എനിക്ക് നല്ല ക്യാരക്ടർ വേണം. അങ്ങനെ ഇല്ല എന്നുള്ളത് ഞാനിപ്പം ഏത് ഡയറക്ടറാണോ ഞാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് നോക്കും. ഞാൻ അല്ലാതെ ഒരു നല്ല ഡയറക്ടറാണ് ഒരു സീനിൽ വന്ന് ഒന്നുമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. അല്ലെ 10 സീനിൽ അഭിനയിച്ചാലും പ്രാധാന്യമില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. മനസ്സിലായി. നമ്പർ ഓഫ് മൂവീസ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടാനില്ല. പല സിനിമകൾ ഇങ്ങനെ കൂട്ടി വരുന്നതൊക്കെ ചെയ്തു പോകുന്നില്ല, അതിനകത്ത് കാര്യമൊന്നുമില്ല. പല പടങ്ങളും അങ്ങനെ താല്പര്യം വിടുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഹലോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തന്നെ ഒരു ഒറ്റ സീനേ ഉള്ളൂ ഞാൻ അതിന് താല്പര്യപ്പെട്ടതില്ല. ഒട്ടും എനിക്കിഷ്ടമായില്ല ആദ്യം ചെയ്യാൻ വന്നപ്പോൾ. ഞാൻ സിനിമയിൽ തിരക്കായതുകൊണ്ടൊന്നുമല്ല എനിക്ക്. പക്ഷേ അവർ റാഫി മെക്കാട്ട് എന്ന് പറയുന്ന നല്ല പേരിൽ വരുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പടത്തിൽ വിളിക്കുമ്പോൾ എനിക്കതിൽ കുറച്ച് പ്രാധാന്യമുള്ള റോൾ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ല വന്നത്. എന്തിന് ഇവരെന്നെ ഈ ചെറിയ ഡയറക്ടർ വിളിച്ചു എന്നുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം. പക്ഷേ അവർ എന്നെ ഡയറക്ടറായിട്ട് വിളിച്ച് നിർബന്ധിച്ചു. ഒറ്റ സീനേ ഉള്ളൂ, പടം ചെയ്ത് തിയേറ്ററിൽ വരുമ്പോൾ ആ സീനിൻ്റെ വില അറിയാൻ പറ്റുമെന്ന് റാഫി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. അത് ഞാൻ സിനിമയിൽ തിരക്കുള്ള സമയത്ത് ഞാൻ പോകാതിരുന്നു, അങ്ങനെയൊന്നുമല്ല. എന്നെ കൺവിൻസ് ചെയ്തു. അത് കറക്റ്റായിരുന്നു പറഞ്ഞത്. അതൊരു മൈലേജ് ഉണ്ടായിരുന്ന സീൻ. അപ്പം യവനിയേക്ക് എന്ന് പറഞ്ഞ സിനിമ അതിന് ഗജോർ സാറുണ്ടേ 3 സീനേ ഉള്ളൂ, 3-4 സീനേ ഉള്ളൂ. ആ വിഷ്ണു എന്ന ക്യാരക്ടർ അത്രയും വലിയ ആ ഒരു സിനിമയിൽ അത്രയും വളരെ പ്രഗത്ഭരായ ആക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ആ ക്യാരക്ടർ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ പ്രൊമൻ്റായിട്ട് ക്യാരക്ടർ തോന്നി. അങ്ങനെ അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ എവിടെയൊക്കെ നിന്ന് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ചെയ്തതിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ യവനിക പോലോ അല്ലെങ്കിൽ അതുപോലെ പടത്തിൽ പോയി റോള് തന്നെ കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും പ്രാധാന്യം ഇല്ലെങ്കിൽ നമ്മൾ ആക്ടേഴ്സിന് നിലനിൽപ്പില്ല. ചുമ്മാ റോള് ചോദിച്ചാൽ നിലനിൽപ്പില്ല. അയ്യോ, അത് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനത്. അത് അത് ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. അത് അത് നമ്മളെ നല്ല ഇൻസ്പിറേഷൻ തന്നെ ഡയറക്ടറായിരുന്നു. അത് വളരെ മിടുക്കനായ പ്രവീൺ ചന്ദ്രൻ, നല്ല സ്ക്രിപ്റ്റായിരുന്നു. ദീപു നല്ല ഡയറക്ടറായിരുന്നു. പുള്ളി നന്നായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിച്ചിട്ട് നമ്മൾ കൂടുതൽ നല്ല എൻകറേജ് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തൊരു ഡയറക്ടറോടായാലേ ഒരു കാര്യം ചെയ്ത് നന്നാവുള്ളൂ. വളരെ തന്മയത്വത്തോടെ, വളരെ ജോളിയോടെ, നല്ല മനസ്സോടെ എൻജോയ് ചെയ്ത് ഒരു ഷൂട്ടിംഗ് ഉണ്ടെങ്കിലേ അതിനകത്തെ കാര്യങ്ങൾ നന്നാവുള്ളൂ. അതുപോലെ തന്നെ ആ മറ്റേ വെബ് സീരീസും മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസും ശ്രീജിത്ത് പുള്ളി ഇതുപോലെ തന്നെ ഒരാളാണ്. അഭിനയിക്കാനൊക്കെ ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെയുള്ളവരൊക്കെ കൂടി ഇപ്പോൾ പലരും ഉണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് പേര് അങ്ങനെയുള്ളവരാണ്. ഞാനെല്ലാം ഇപ്പോൾ പുതിയ ആൾക്കാരുടെ കൂടെയാണ് ഇപ്പോൾ അഭിനയിക്കുന്ന, എല്ലാം പുതിയ ആൾക്കാരുടെ കൂടെ. അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ ഇതുവരെ ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്കുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. വളരെ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ വരുന്നവരെല്ലാവരും. സിനിമയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ചില മൂവിയായിട്ട് കണക്ട് ചെയ്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബുക്ക് എഴുതാനുള്ള അത്രയും അനുഭവങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ യു ക്യാൻ ഈവൻ മേക്ക് യുവർ ഇൻസിഡൻസ് ആസ് എ മൂവി അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് ബുക്കിന്റെ കാര്യം നമുക്ക് ഇപ്പം പിടുത്തം കിട്ടി, എഴുതുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മൂവി എന്നാൽ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ ലൈഫിലുള്ള മേ ബി എൻ്റെ ഫിലിം കരിയറിലുള്ള അല്ലെങ്കിൽ ലൈഫിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇതൊരു മൂവി ആക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു ചെറിയ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. സിനിമയിലുള്ള എൻ്റെ ജനിച്ചപ്പോൾ ഓർമ്മയുള്ള കാലം മുതലുള്ള കാര്യങ്ങൾ ചേർത്തുള്ള ഒരു ബുക്കാണ് ഇപ്പം എൻ്റെ പണിപ്പുരയിൽ നടക്കുന്നത്. അപ്പോൾ അതിന് സിനിമ എല്ലായിടത്തും വരും. സിനിമ വരുന്ന സിനിമ വന്നേ പറ്റുള്ളൂ. കാരണം ജോലിയായിട്ട് മാറിയില്ലേ. അപ്പോൾ അത് സിനിമ വന്നേ പറ്റുള്ളൂ. നമ്മുടെ കുടുംബം എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഞാൻ മുമ്പൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ശരിയായതായിരുന്നു. അതിൻ്റെ കോവിഡ് സമയമായതുകൊണ്ട്, കോവിഡ് സമയത്താണ് അങ്ങനെ ചിന്ത ഉണ്ടായതും കാര്യങ്ങളൊക്കെ. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് തന്നെ അത് എന്തോ അങ്ങനെ പോയി. മറ്റ് ചില ടെക്നിക്കലായിട്ട് മറ്റ് ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് അതങ്ങ് താൽക്കാലികമായി ഡ്രോപ്പായി. അതങ്ങ് പറയാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് ഞാനത് അവോയ്ഡ് ചെയ്തിട്ടില്ല. ഡ്രോപ്പായി എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഡ്രോപ്പായിരിക്കുകയാണ്. ഡയറക്ഷനും പരിചയമോ അല്ലെങ്കിൽ ഞാൻ തികഞ്ഞ ഒരാളാണെന്നുള്ളതല്ല പറഞ്ഞത്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമുക്ക് ചില ഐഡിയ ഒക്കെ ഉണ്ട്. ബാക്കി സഹായിക്കാൻ കൂടെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ എല്ലാം കയറി ചെയ്ത് ഇപ്പം നമ്പർ 1 ആക്കി എടുക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് യങ് ജനറേഷൻസ് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് എനിക്കറിയാം എന്തുമാത്രം കഷ്ടപ്പാടാണ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ
അവിടെ തന്നെ ഇത്രയും വർഷം നിലനിൽക്കണമെങ്കിൽ യു നീഡ്സ് ഹാർഡ് വർക്ക്, യു നീഡ്സ് സ്മാർട്ട് വർക്ക്, ഇതൊക്കെ ഉണ്ട്. സോ സർ വർക്ക് ചെയ്ത സമയത്താണെങ്കിൽ ചില പേയ്മെന്റ്സ് വരാൻ വൈകും, നമ്മൾ അല്ലേ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് പേയ്മെന്റ് കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വേറെ പലർക്കൊക്കെ ഒരുപാട് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പേയ്മെന്റ് കാര്യത്തിൽ. ഇന്ന് പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളില്ല. കാരണം സംഘടനകളൊക്കെ അത് എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ സംഘടനകളുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാകാറില്ല. ഇപ്പോൾ ഉള്ള ഒരു യങ് ജനറേഷൻ കുട്ടികൾ ഒരുപാട് പേര് ഇപ്പം സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാലന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലവർ പൈസ എന്നുള്ള ഇന്റൻഷൻ മാത്രം മനസ്സിൽ വെച്ചിട്ട് സിനിമയിൽ പോയാൽ പൈസ കിട്ടും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി നമുക്ക് അറിയാം അല്ലേ എത്ര ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുക എന്നുള്ളത്. സോ ആ ഒരു യങ് ജനറേഷൻ ജെന്യൂനായിട്ട് സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ജനറേഷൻ കുട്ടികളോട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താ ഷെയർ ചെയ്യാനുള്ളത്, ഒരു മോട്ടിവേഷൻ പോലെ? സിനിമയിൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ സിനിമയിൽ നിന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. മുമ്പുള്ള ഞങ്ങളൊക്കെ വന്ന സമയത്ത് സിനിമയിൽ വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അന്ന് ഈ സിനിമയിലുള്ളവരെ കാണാനൊക്കെ തന്നെ വളരെ പ്രയാസകരമായ കാലമായിരുന്നു. കൂടുതലും ഈ മെഡ്രാസിൽ, ഇന്നത്തെ മെഡ്രാസ്, ചെന്നൈയിൽ, അവിടെ മാത്രം സിനിമ ഒതുങ്ങിക്കൂട്ടിയ സമയത്ത്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ഇത്രയും ബുദ്ധിമുട്ടി കയറി അവിടെ വരുന്നത് വലിയ പ്രയാസമാണ്. കുറേ പേര് വന്നവരൊക്കെ അവിടെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്, ചില കൂടുതലും പേര് ഒന്നും ആകാതെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജീവിതം പോയവരുണ്ട്. ഇന്നതില്ല. ഇന്നിപ്പോൾ എല്ലാം കേരളത്തിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം സിനിമയുടെ എല്ലാ കാര്യങ്ങളും കേരളത്തിലാണ്. കോടമ്പൊക്കെ സ്റ്റുഡിയോയും കാര്യങ്ങളും അതുകൊണ്ട് കോടമ്പൊക്കെ എപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്നെല്ലാം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അവനവർ ഇപ്പോഴത്തെ ജനറേഷനുള്ളവരൊക്കെ ഒരുപാട് മിടുക്കമ്പനും ടാലൻസ് ഉള്ളവരാണ് ഇന്നത്തെ. ഇവരുടെ ടാലൻറ്റ് കാണിക്കാൻ ഇന്ന് സിനിമയിൽ കയറാൻ വളരെ ഈസിയാണ്. കാരണം ചാനൽസ് ഒരുപാടുണ്ട്. നമ്മുടെ എത്രയോ TV ചാനൽസ് ഉണ്ട്. ഈ ചാനൽസ് കൂടെ ഓരോ റിയാലിറ്റി ഷോസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് പേരെ അതിനകത്തൂടെ അവരുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സിനിമയിൽ ഇതെല്ലാം കൊണ്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ, ഇതെല്ലാം ഈ കേരളത്തിലുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം. വളരെ ഈസിയാണ്. അപ്പോൾ ആ ടാലൻ്റ് ഉള്ളവർക്ക് ഇതിനകത്ത് സിനിമയിൽ ചിലപ്പോൾ വന്ന് കയറിയിരിക്കും. അങ്ങനെ പലരും വരുന്നുണ്ടല്ലോ. ഇപ്പം മിമിക്രി ആണെങ്കിൽ തന്നെ മറ്റ് പല പാട്ട് പാടുന്നവരാണെങ്കിൽ തന്നെ ഒക്കെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ ഈസിയാണ് ആ കാര്യത്തിൽ. അവനവൻ്റെ ടാലൻസ് ഇതിനകത്ത് കാണിക്കാൻ ഇന്ന് ബുദ്ധിമുട്ട് കുറവാണ്. പിന്നെയാണ് പക്ഷേ ടാലൻറ്റ് വേണം ഒന്ന്. ബട്ട് അതേസമയം ഈ നമ്മുടെ തലയെഴുത്തെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിലേ അത്യാവശ്യമൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാനും അവനവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചോ പാടിയോണ്ടോ സംവിധാനം ചെയ്തുകൊണ്ടോ അഭിനയിച്ചുകൊണ്ടോ ഒന്നും മാത്രം കാര്യമില്ല. അതിപ്പോൾ ഒരുപാട് പേര് ഓരോ മണിക്കൂറിലും സെക്കൻഡിലും സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടാലൻ്റ് ഉള്ളവരും നല്ല തലയെഴുതി വെച്ച് കൊള്ളാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ മാത്രമേ അത് നിൽക്കൂ. സർ എന്താ പറയുക, ഇവിടെ ആക്ച്വലി ഷൂട്ടിന് വന്നിരിക്കുക, ഡബിങ്ങിന് വന്നിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത്രയും എന്താ പറയുക റഷുള്ളൊരു ടൈമിൽ അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ളൊരു സ്കെഡ്യൂളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ട് യുവർ പ്രഷ്യസ് ടൈം തന്ന് ഞാൻ പേഴ്സണലി ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറിന് ഇനി അങ്ങോട്ട് എല്ലാ വിധത്തിലുള്ള പ്രയേഴ്സ് വിഷസ് എല്ലാം തരുന്നു. സോ ഐ എം നോട്ട് എ പേഴ്സൺ ടു ഗിവ് യു വിഷസ്, ബട്ട് സ്റ്റിൽ ഐ ഫെൽറ്റ് ദിസ് മൊമെന്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ഫോർ മീ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.